ആലപ്പുഴയിൽ ഹൈവേ നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി ദേശീയപാത ഉപരോധിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. വീടുകളിൽ വെള്ളം കയറുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അശ്വിൻ പാലായി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, പ്രധാനപ്പെട്ട റോഡാണ്, ഹൈവേയിൽ നീണ്ട നിരയാണ് വാഹനങ്ങളുടെ. ഏറെ നേരമായി ഈ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധം തുടങ്ങിയിട്ട്. ആരെങ്കിലും ചർച്ചയ്ക്കെത്തുന്നുണ്ടോ? എന്തെങ്കിലും ഇടപെടൽ അവിടെ ഉണ്ടാകുന്നുണ്ടോ? ഗൂഗിൾ ഏകദേശം 6 കിലോമീറ്റർ നീളമുള്ളതാണ് ആലപ്പുഴ ബൈപ്പാസ് പാലം. ആ ബൈപ്പാസ് പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രതിഷേധത്തിന്റെ ബാക്കിപത്രമായി നമുക്ക് പറയാൻ കഴിയുന്നു. നിലവിലിപ്പോൾ പ്രതിഷേധം വലിയ തോതിലായപ്പോഴേക്ക് ഇപ്പോൾ ഇതാ ആലപ്പുഴ MLA എ ഡി തോമസ് ഒപ്പം ആലപ്പുഴ ജില്ലാ കളക്ടർ ഷാജി ബി നായർ എന്നിവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ ഈ പ്രദേശങ്ങൾ വെള്ളം കയറിയ വീടുകളടക്കം സന്ദർശിക്കുകയാണ്. എന്താണ് പരിഹാരം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കേണ്ടതുണ്ട്. ഒപ്പം MLA അടക്കം പറയുന്നത് ഇതിൽ ആകാതെ ഇവിടെ നിന്ന് നാം പോവില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. നിലവിൽ ഈ റോഡിൽ കിടക്കുന്ന പ്രതിഷേധക്കാരെ ഒന്നും മാറ്റാൻ പോലീസ് അത്തരത്തിൽ നടപടികളിലേക്ക് കടന്നിട്ടുമില്ല. എന്തായാലും ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. ഇതിലൊരു പരിഹാരമാവാതെ പിന്നോട്ടില്ല എന്ന ഒരു നിലപാട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് ഈ ഓട നിർമ്മാണത്തിലെ അടക്കം പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ട് ഉണ്ടാകാൻ കാരണമെന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പലയിടങ്ങളിലും വീടുകളിലേക്ക് പോലും ഈ രീതിയിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഈ ബൈപ്പാസിന്റെ നിർമ്മാണം നടക്കുന്ന പലയിടങ്ങളിലും ഇതേ അവസ്ഥ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രതിഷേധം ഒരു വശത്ത്, മറുവശത്ത് ഏകദേശം 1 മണിക്കൂറായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന ദേശീയപാത 66 അങ്ങനെ വലിയ ഒരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ആലപ്പുഴയിലെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഗൂഗിൾ പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ കളക്ടർ എത്തിയതിനു ശേഷം ദേശീയപാത അതോറിറ്റിയുമായി ഒരു ചർച്ച, ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഒരു ചർച്ച, അതിനുശേഷം ഇന്ന് തന്നെ തീരുമാനമായില്ലെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഈ റോഡിൽ കിടക്കാൻ അവർ തയ്യാറാണ്, പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് അവർ ഉറച്ചു പറയുന്നത്. എന്തായാലും ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധികളടക്കം ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. വെള്ളം ഒഴുകിപ്പോകാൻ യാതൊരു സാഹചര്യങ്ങളും ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള പരാതിയാണ് നിലനിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്താണ് ഈ ഓടകൾ അടച്ചു, അല്ലെങ്കിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ ഓടകൾ മൂടിപ്പോയി, അതാണോ ഈ നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് ഉദ്യോഗസ്ഥരെ? ഓടകൾ നിർമ്മിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഈ നീരൊഴുക്കുള്ള തോടുകൾ അത് പൂർണ്ണമായും മൂടിയാണ് ഈ ഓടകൾ നിർമ്മിക്കാനുള്ള ജോലികളിലേക്ക് ഈ ദേശീയപാത അതോറിറ്റി അധികൃതർ നീങ്ങിയത്. ഇതോടുകൂടി ഈ തോടുകളിലെ നീരൊഴുക്ക് നിലയ്ക്കുകയും ആ നീരൊഴുക്ക് നിലച്ചതോടെ തോടുവഴി ഒഴുകേണ്ട വെള്ളം പൂർണ്ണമായും വീടുകളിലൂടെ കയറിപ്പോകുന്നു. അതുകൊണ്ട് അവർക്ക് വീടുകളിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അതിന് ബദലായി നിർമ്മിച്ച ഓടകളിലൂടെ വെള്ളമാണെങ്കിൽ ഒഴുകുന്നുമില്ല. ഇതാണ് ഏറ്റവും പ്രധാനമായി ഇവർ ആരോപിക്കുന്ന പ്രശ്നം. നിലവിൽ ഇപ്പോൾ ഈ നാട്ടുകാർ കളക്ടർക്ക് മുന്നിൽ പറയുന്ന പരാതി കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. താത്തെങ്കിൽ അവിടുത്തെ വെള്ളം പോകത്തോ? ഇത് താത്തണം, ഇതും താത്തണം. തൽക്കാലം വെള്ളത്തിൽ തോടിന് മേളിൽ വെള്ളം വന്നാലും ഇതിനകത്ത് ഒഴുകത്തോ? സാധാ തോട് ഒഴുകുന്നവർക്ക് ഒഴുകത്തില്ല. ഇത് റെഡിമെയ്ഡ് കാണാം. ഒഴുകാതിരുന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഈ പ്ലാന്റ് ബ്ലോക്ക് ചെയ്തു. ഞങ്ങൾ JCB വെപ്പിച്ച് അവന്മാരുടെ 4 JCB ഒന്ന് മാറി ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒഴുക്ക് തുടങ്ങി. അങ്ങനെയാണ് അവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിച്ചത്. അപ്പൊ അന്ന് പോയിക്കൊണ്ടിരുന്ന സാധനം അവന്മാരെ കളക്ടർ നമ്മുടെ പൊതുവിൽ ഈ മേഖലയിലെ സ്ഥലം താഴ്ന്നു. ആലപ്പുഴ ജില്ലാ കളക്ടറുടെ പ്രതികരണത്തിലേക്കാണ് പോകുന്നത്. ഹൈവേ ഇങ്ങനെ നിർമ്മിക്കുന്ന സമയത്ത് അതിന്റെ താഴോട്ടുള്ള പ്രദേശങ്ങളിൽ സ്വാഭാവികമായി ഒരു ആഴം കൂടുതലാണ്, ഡ്രാഫ്റ്റ് കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെള്ളക്കെട്ട് പെട്ടെന്ന് വരാനുള്ള സാധ്യതയുള്ള പ്രദേശവും കൂടിയാണ് ഇത്. നമ്മൾ അവരോട് ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. അപ്പോൾ ഈ ഡ്രെയിൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഓൾട്ടർനേറ്റീവായിട്ട് വെള്ളം ഒഴുകി പോകാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടാകുന്ന MLA MPയും ആവശ്യപ്പെട്ടതാണ് അന്ന് ആ ജോയിന്റ് ഇൻസ്പെക്ഷനിൽ. അവർ ചെയ്യാമെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു 4 ദിവസം മുമ്പാണ്. അപ്പോൾ പക്ഷേ അവർ ആ ഓൾട്ടർനേറ്റീവ് ചെയ്യുന്നതും അല്ലാതെ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് അവരുടെ ശ്രദ്ധയിൽ ഇപ്പോൾ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അടിയന്തരമായിട്ട് തന്നെ അവിടെ എറണാകുളത്ത് നിന്ന് വന്ന് പരിശോധിച്ചിട്ട് ആവശ്യമായ മേൽനടപടി ഇനി കാലതാമസം വരുത്താതെ ചെയ്യാമെന്ന് ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. അല്ല, ഇതില് ഉള്ളത് കുറച്ച് ഈ പറഞ്ഞ ഇഷ്യൂസ് അവർ പറയുന്നുണ്ട്. അതായത് അവരുടെ ട്രെയിനിലേക്ക്, അവരുടെ ഒരു പോളിസിയാണിത്, അവരുടെ ട്രെയിനിലേക്ക് മറ്റ് ട്രെയിനുകൾ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് നാഷണൽ ഹൈവേയുടെ അവരുടെ ജനറൽ ആയിട്ടുള്ള പോളിസിയാണ്. അല്ലാതെ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അപ്പോൾ താൽക്കാലികമായ ഒരു സൊല്യൂഷൻ, ഈ പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും ഓൾട്ടർനേറ്റീവായിട്ട് നിലവിലൂടെ ഉണ്ടായിരുന്ന ഡ്രെയിനേജുകൾ
നമ്മുടെ കുഴിയിലേക്ക് കണക്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ളതാണ് പെർമനന്റ് സൊല്യൂഷൻ. അത് സിവിൽ വർക്കുകൾ ആവശ്യം വരും, കുറച്ചുകൂടെ സമയം എടുക്കുന്നതാണ്. അതിനുള്ള ഫണ്ട് ഒന്നുകിൽ LSGDക്ക് തരാമെന്ന് അവർ ഇപ്പോൾ അവസാനത്തെ മീറ്റിങ്ങിലൊക്കെ സമ്മതിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് അവർ തന്നെ ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. നമ്മൾ സ്വാഭാവികമായി ഇത്തരം വർക്കുകൾക്ക് അവർക്ക് എക്സ്പെർട്ടൈസ് ഉള്ളതുകൊണ്ട് അവർ ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് താൽക്കാലികമായി പരിഹാരം ആവശ്യമുണ്ട്. കാര്യം ഇത് എത്ര നാൾ നമുക്ക് വെള്ളക്കെട്ടിൽ ഈ ആൾക്കാരെ ഇരുത്താൻ പറ്റുമെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അവർ പറയുന്നതിൽ കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മളൊരു ടൈം ലിമിറ്റ് വെച്ചാണ് പറഞ്ഞത്. ഒരു 5 ദിവസത്തിനോ 6 ദിവസത്തിനോകം അതിനൊരു സൊല്യൂഷൻ ആണ് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിർമ്മാണം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഈ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ഇത് അസാധ്യമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലല്ലോ. ഇനിയപ്പോൾ ഇത് എന്ത് ഇതിനകത്ത് ചെയ്യാൻ പോകണോ? അല്ല, നമ്മൾ ഇതിന് മുമ്പുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പറയുന്നതിൽ എനിക്ക് അർത്ഥമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിലവിലൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ എന്നുള്ള ഒരു ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഇത്രയും വെള്ളക്കെട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത്, താമസിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. താൽക്കാലിക പരിഹാരം എന്ന് പറയുന്നത് ഈ ഡ്രെയിൻ ഈ വെള്ളം മറ്റു വീടുകളിലുള്ള വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയേഴ്സും അവരും NHന്റെ എഞ്ചിനീയേഴ്സും ഈ ലോക്കലിലുള്ള കൗൺസിലർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും കൂടെ ചേർന്നൊരു പ്ലാൻ ഉണ്ടാക്കാനായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത്. ആ പ്ലാൻ ഉണ്ടാക്കി അവർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പിച്ച പ്ലാൻ അനുസരിച്ച് അവർ ആക്ഷൻ എടുക്കുക. അതാണ് താൽക്കാലിക. ആലപ്പുഴ ബൈപ്പാസിന് സമീപമുള്ള വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. നാഷണൽ ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ട് ഉള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഓടയടച്ചും തോടടച്ചുമൊക്കെയുള്ള നിർമ്മാണമാണ് ഈ വെള്ളക്കെട്ടിന് കാരണമെന്ന് പറയുന്നത്. മുമ്പും ചർച്ചകൾ നടന്നാണ്, പ്രതിഷേധം ഉയർന്നതാണ്. ഇപ്പോൾ ദേശീയപാത തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ബൈപ്പാസിൽ ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടന്നത്. തുടർന്ന് അധികാരികളെത്തി അടുത്ത 6 ദിവസത്തിനകം അവിടെ പരിഹാരമുണ്ടാകും, ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് നൽകുന്നത്. പ്രതിഷേധം തുടരുമോ ഇല്ലയോ എന്നത് കണ്ടറിയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.